ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് അറേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നതിൻ്റെ കൗണ്ട്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആദ്യം എൻ്റർ എ സ്ട്രിംഗ് എന്ന് അത് ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ്, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ എൻ്റെ പേര് തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ള കൗണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈക്വൽസ് 20 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ 20 എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമാണ് 20 എന്നുള്ളത്. ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഈ സ്പേസ്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഈ strlen എന്ന ഫംഗ്ഷനെ പറ്റി പഠിച്ചു. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനായ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടെത്താനുള്ള ഒരു സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ് ഈ strlen എന്നുള്ളത്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാലും ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. സംഭവം ആക്ച്വലി നടക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ strlen എന്ന ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ string.h എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യും, ആ പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്യും. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നേരെ ആ string.h എന്ന ഹെഡർ ഫയലിലോട്ടാണ് ലിങ്ക് പോകുന്നത്. അതിൽ ആ ഹെഡർ ഫയലിൽ കുറച്ച് സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്താണ് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ വഴി അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ string.h എന്ന ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കോഡ്സ് ആണ് ആക്ച്വലി ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. നോട്ട് എക്സാക്ട്ലി, പക്ഷേ ഇതുപോലുള്ള കോഡ്സ് ആ string.h എന്ന ഹെഡർ ഫയലിലുണ്ട്. ഈ strlen എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നേരെ string.hലുള്ള ഈ സെറ്റ് ഓഫ് കോഡ്സ് എക്സിക്യൂട്ട് ചെയ്താണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അത് ഈ ഫംഗ്ഷൻ വഴി നമുക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് എന്നും പറഞ്ഞ് ഔട്ട്പുട്ട് തരുന്നത്. നമ്മൾ സാധാരണ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അതിന്റെ മാനുവൽ ആയിട്ടുള്ള വേർഷൻ, അതായത് ആക്ച്വൽ കോഡ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലത്തെ ആക്ച്വൽ കോഡ്സ് ആണ് ഈ പ്രോഗ്രാമിൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും ലൈൻസ് ഓഫ് കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലെങ്ത് ഓഫ് സ്ട്രിംഗ് എന്നും പറഞ്ഞ് ഇവിടെ ഈ 20 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളോട് ഒരു പ്രോഗ്രാം എഴുതാൻ പറയുകയാണ്. ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ഇത്രയും കോഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും ലൈൻസ് ഓഫ് കോഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫംഗ്ഷൻ മാത്രം മെൻഷൻ ചെയ്ത് നമുക്ക് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനൊക്കെയാണ് എക്സാമിന് ഇങ്ങനെ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് കണ്ടെത്താനുള്ള പ്രോഗ്രാം എഴുതാനായിട്ട് 10 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചല്ല എഴുതേണ്ടത്. ഇങ്ങനെ മാനുവൽ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതി കാണിക്കേണ്ടത്. അപ്പം എക്സാമിന് മിക്കവാറും പ്രത്യേകം മെൻഷൻ ചെയ്യും, strlen എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാതെ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടെത്താനുള്ള പ്രോഗ്രാം എഴുതുക എന്ന് മെൻഷൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ തന്നെ 10 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ നിൽക്കരുത്. ഇങ്ങനത്തെ ലൈൻ ഓഫ് കോഡ്സ് എഴുതി വേണം നമ്മൾ ആ പ്രോഗ്രാം കാണിക്കേണ്ടത്. ഇനി ഈ പ്രോഗ്രാമിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഈ പ്രോഗ്രാംസിൽ ഇത്രയും ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ട് എങ്കിലും നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ കോഡ് മാത്രമാണ്. ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ എ സ്ട്രിംഗ് എന്ന് ചോദിക്കുന്നു. അപ്പം ഈ എൻ്റർ എ സ്ട്രിംഗ് എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ്. printf എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എൻ്റർ എ സ്ട്രിംഗ് എന്ന് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിംഗ്, ആ സെന്റൻസിനെ നമ്മളൊരു ക്യാരക്ടർ അറേയിലൂടെ സ്റ്റോർ ചെയ്യണം. അതിന് ഗെറ്റ്സ് എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിങ്ങിന് ആ ലൈൻ മൊത്തം ഇൻക്ലൂഡിങ് സ്പേസ്, ആ ലൈൻ മൊത്തം അത് ക്യാപ്ചർ ചെയ്ത് സെന്റൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലോട്ട് നമ്മൾ അതിനുവേണ്ടി ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ക്യാരക്ടർ അറേയും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈസ് 1000 ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സെന്റൻസ് എന്നാണ് ആ ക്യാരക്ടർ അറേയുടെ പേര്. ആ സെന്റൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലോട്ട് ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നു നമ്മൾ ഈ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്ട്രിങ്. അതിനുശേഷം ഈ കൗണ്ട് എത്രയാണെന്നത്, സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്നത് കണ്ടെത്തുന്നു. അതിനുശേഷം ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് എന്നും പറഞ്ഞ് നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇതും
നമ്മുടെ ഈ പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് തന്നെയാണ് കാണിക്കുന്നത്. പ്രിന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ഈക്വൽ എന്ന് പറഞ്ഞ് %d എന്നിവിടെ മെൻഷൻ ചെയ്യുന്നു. ഈ %d എന്ന് ടേം വരുന്ന സ്ഥാനത്തായിരിക്കണം ഈ നമ്മൾ ഈ ന്യൂമറിക്കൽ വാല്യൂ കണ്ടെത്തുന്ന ന്യൂമറിക്കൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി %d മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് i എന്ന വേരിയബിൾ നമ്മൾ ഇവിടെ കാണിക്കുന്നു. ഈ i എന്ന വേരിയബിൾ നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോർ ലൂപ്പിൽ ഉപയോഗിക്കാനായിട്ട് i എന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ i എന്ന വേരിയബിൾ ആണ് ആക്ച്വലി നമ്മൾ ആ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് എന്ന് പറഞ്ഞ് ആ ഒരു കൗണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ അപ്പം അതായത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സിൽ ആക്ച്വലി ഈ ഒരു ഫോർ ലൂപ്പിന്റെ അകത്ത് വരുന്ന ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പുതിയതായിട്ട് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നതും വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്, ഗെറ്റ്സ് ഉപയോഗിച്ച് ക്യാരക്ടർ അറേയിലുള്ള ആ ഡാറ്റ സ്ട്രിങ്ങിനെ ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഈ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പുതിയതായിട്ട് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലോജിക്ക് തന്നെയാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അതായത് ഫോർ ലൂപ്പിന്റെ അകത്ത് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ബ്രാക്കറ്റിന്റെ 3 സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തും അതിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ട്രൂ ആവുകയാണെങ്കിൽ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അതിൽ ഫോർ ലൂപ്പ് എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തു. ഫോർ ലൂപ്പിന്റെ അകത്ത് ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ രണ്ടാമത്തെ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റും അതിന്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെന്റും എല്ലാം ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഫോർ ലൂപ്പിന്റെ അകത്ത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ അവസാനം ഈ ഒരു സെമി കോളൻ ഇട്ടിട്ടുള്ളത്. സാധാരണ കേസിൽ ഫോർ ലൂപ്പ് ആ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം നമ്മൾ സെമി കോളൻ ഇടത്തില്ല. നമ്മൾ മുമ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിലും ഈ ഒരു ഫോർ ലൂപ്പ് ഇവിടെ മെൻഷൻ ചെയ്ത് ഇവിടെ സെമി കോളൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഫോർ ലൂപ്പിന്റെ അകത്ത് ഈ സ്റ്റേറ്റ്മെന്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ആ ഫോർ ലൂപ്പ് മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനെന്നും പറഞ്ഞ് വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സെമി കോളൻ നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. ഇങ്ങനെ ഒരു സെമി കോളൻ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സെമി കോളൻ ഇട്ടിട്ടുള്ളത്. ഇനി അപ്പൊ നമുക്ക് ഈ ഫോർ ലൂപ്പ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഫോർ ലൂപ്പ് ഇവിടെ ആദ്യം ഐയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു, 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇത് രണ്ടും നിങ്ങൾക്കറിയാം. ഇവിടെ ആകെ ഒരു പ്രത്യേകതയായിട്ട് വരുന്ന ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റും ആക്ച്വലി നിങ്ങൾക്കറിയാം. ഇവിടെ സെന്റൻസ് ഐ എന്ന് മെൻഷൻ ചെയ്ത് നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സെന്റൻസ് എന്ന് പറയുന്ന അറയിൽ ഐ എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ആ ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു എ നൾ ക്യാരക്ടർ ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. ഈ ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഐ ഈക്വൽ ടു 0 എന്ന ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നതാണ് റൂള്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ സെമി കോളൻ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് രണ്ടാമത്തെ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് ട്രൂ ആവുകയാണെങ്കിൽ നേരെ ഈ മൂന്നാമത്തെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ നേരെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാരണം വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ എക്സിക്യൂട്ട് ചെയ്യാൻ, നേരെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ട്രൂ ആവുകയാണെങ്കിൽ പിന്നെയും ഈ മൂന്നാമത്തെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യും. എപ്പോഴാണോ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഈ മൂന്നാമത്തെ ഈ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പൊ എപ്പോഴാണോ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അതുവരെ ഈ ഫോർ ലൂപ്പ് ഇങ്ങനെ ഈ 2 സ്റ്റേറ്റ്മെന്റുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റോപ്പായി പിന്നെ അതിന് പുറത്തുള്ള പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം അങ്ങ് ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഐയുടെ വാല്യൂ ആണ് ഇവിടെ ലെങ്ത് ഓഫ് സ്ട്രിംഗ്, ആ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിന്റെ എണ്ണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാനിവിടെ കൈലാസ് ശ്രീ ചന്ദ്രൻ എന്ന് ടൈപ്പ് ചെയ്തു, അതാണ് സ്ട്രിങ്. ഈ കൈലാസ് ശ്രീ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ സ്പേസ് സഹിതം
20 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ലെങ്ത് ഓഫ് സ്ട്രിങ് ഈക്വൽ 20 എന്ന് ഡിസ്പ്ലേ ചെയ്തത്. കൈലാസ് ശ്രീചന്ദ്രൻ എന്ന് പറയുന്നത് സ്പേസ് സഹിതം 20 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. പക്ഷേ ഈ 20 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ആ ക്യാരക്ടർ അറയിൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 0 to 19 ആണ്. 20 ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് 0 to 19 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും ഈ സ്ട്രിങ് സ്റ്റോർ ആവുന്നത്. 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ k എന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. ബാക്കിയുള്ളതും അതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റോർ ചെയ്ത് n എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത് 19th എന്ന അറേ പൊസിഷനിലോട്ടായിരിക്കും, ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും n എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത്. അതായത് 20 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇൻഡെക്സ് പൊസിഷൻ 0 to 19 ആണ് നമ്മൾ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിങ് എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യും. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ എൻ്റർ കീയും കൂടെ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്താണ് ഈ ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഈ അറയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അതൊരു നൾ ക്യാരക്ടർ എന്ന രീതിയിലാണ് അത് അക്സെപ്റ്റ് ചെയ്ത് അതും കൂടെ ചേർത്താണ്, ഈ നൾ ക്യാരക്ടറും കൂടെ ചേർത്താണ് ഈ സെന്റൻസ് എന്ന് പറയുന്ന അറയിലോട്ട് സ്റ്റോർ ആവുന്നത്. അതായത് ആക്ച്വലി ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0 to 19 ആണെങ്കിലും 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലും കൂടെ ഇതിൽ ക്യാരക്ടർ ഉണ്ട്. അതൊരു നൾ ക്യാരക്ടർ ആണ്. പക്ഷേ ആ നൾ ക്യാരക്ടർ നമുക്കിവിടെ കൗണ്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് n വരെയുള്ള കൗണ്ട് മാത്രം മതി. അപ്പോൾ ഈ നൾ ക്യാരക്ടർ എന്ന സംഭവം 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ നൾ ക്യാരക്ടർ കൗണ്ട് ചെയ്യാതെയുള്ള സ്ട്രിങ്ങിന്റെ ക്യാരക്ടേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുത്തു, അത് ചെക്ക് ചെയ്യണം. അതിന്റെ കൗണ്ട് കണ്ടെത്താനായിട്ട് ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം i = 0 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് i നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ i എന്ന് പറയുന്ന ആദ്യം 0 ആയിരിക്കും. 0 എന്ന് പറയുമ്പോൾ k എന്ന ക്യാരക്ടർ ആണ് അതിലുള്ളത്. ആ k എന്ന ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണ്. അപ്പം നൾ ക്യാരക്ടർ അല്ലല്ലോ, k എന്ന ക്യാരക്ടർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആയതുകൊണ്ട് ആ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. നേരെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ന് പറയുന്ന ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 0 എന്നത് ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കുന്നു. വീണ്ടും കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്നത് സെന്റൻസ് i, ഇവിടെ i എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുമ്പോൾ ക്യാരക്ടർ a ആണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ a എന്ന് പറയുന്ന ക്യാരക്ടർ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണ്. അപ്പോൾ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ്. a നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണ്. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 എന്നുള്ളത് 2 ആവും. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ സെന്റൻസ് i എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്നത് ഈ i എന്ന ക്യാരക്ടർ തന്നെയാണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 2ൽ വരുന്നത് i എന്ന ക്യാരക്ടറാണ്. ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2. ഇൻഡെക്സ് പൊസിഷൻ 2ൽ i എന്ന ക്യാരക്ടറാണ്. അത് നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടറാണ്. വീണ്ടും അത് ട്രൂ ആയതുകൊണ്ട് ഈ ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെന്റ് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ കൗണ്ട് ചെയ്ത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി അവസാനം n എന്ന് പറയുന്ന വേരിയബിൾ n എന്ന് പറയുന്ന ക്യാരക്ടർ വരെ എത്തുന്നു. ഈ n എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ 19ലാണ് വരുന്നത്. 0 to 19 വരെയാണ് ഇൻഡെക്സ് പൊസിഷൻ വേരി ചെയ്യുന്നത്. ഈ n എന്ന് പറയുന്ന ക്യാരക്ടർ ഇൻഡെക്സ് പൊസിഷൻ 19ലാണ് വരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 19 ആയി. 19 ആയപ്പം ഈ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. സെന്റൻസ് i എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ 19 ആണ്. 19ൽ n എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അതും നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആവും. പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 20 ആവും. 19 എന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്ത് 20 ആവും. ഇനിയും കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യും. സെന്റൻസ് i എന്ന് പറയുന്ന 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ ഏത് ക്യാരക്ടർ ആണെന്ന് നോക്കും. ആക്ച്വലി 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ ഇവിടെ ഒരു നൾ ക്യാരക്ടർ ഉണ്ട്. അതാണ് 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ ഉള്ളത്. ആ നൾ ക്യാരക്ടർ ഈ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യും. ഇവിടെ വെച്ച് നൾ ക്യാരക്ടർ ആയതുകൊണ്ട് ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. കാരണം നൾ ക്യാരക്ടർ ഈക്വൽ ടു ഈ ഒരു നൾ ക്യാരക്ടർ ആണ്. അപ്പൊ അതായത് ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ഫാൾസ് ആവും. അത് ട്രൂ ആവത്തില്ല, ഫാൾസ് ആവും. നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ അല്ല, ഇവിടെ നൾ ക്യാരക്ടർ ആണ് വരുന്നത്. ഇൻഡെക്സ് പൊസിഷൻ i 20 ആകുമ്പോൾ നൾ ക്യാരക്ടർ ആണ് ആ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ ഐയുടെ വാല്യൂ 20 ആയിരുന്നു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് printf എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് ലെങ്ത് ഓഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ %d i എന്നിവിടെ മെൻഷൻ ചെയ്യും. ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഇവിടെ വെച്ച് ഐയുടെ വാല്യൂ 20 ആയപ്പോഴാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയത്. കാരണം നൾ ക്യാരക്ടർ എത്തി. ആ ഐയുടെ വാല്യൂ 20 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് ആ 20 എന്ന് പറയുന്നത് ആക്ച്വലി ആ സ്ട്രിങ്ങിന്റെ കൗണ്ട് തന്നെയാണ്. നമ്മളിവിടെ നൾ ക്യാരക്ടറും കൂടെ നോക്കി ഐയുടെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്ന നൾ ക്യാരക്ടർ വരുന്ന 20 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലാണ്. ആ 20 തന്നെയാണ് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് എന്ന് പറയുന്നത്. കാരണം
ഈ ഇൻഡെക്സ് പൊസിഷൻ സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഈ നൾ ക്യാരക്ടറും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും ആക്ച്വൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്ങിന്റെ കൗണ്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ കൗണ്ട് തന്നെ ഐയുടെ വാല്യൂ തന്നെയാണ് നമ്മളുടെ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്നും പറഞ്ഞ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു ട്രിക്കിലൂടെയാണ് നമ്മളുടെ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഇവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ, ഇൻഡെക്സ് പൊസിഷൻ ഐയുടെ വാല്യൂ, ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്ന ഇൻഡെക്സ് പൊസിഷൻ ഐയുടെ വാല്യൂ എന്താണ്, അതാണ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ആക്ച്വലി strlen എന്ന് പറയുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്ന അതേ സംഭവം തന്നെയാണ് നമ്മൾ ഈ ലൈൻ ഓഫ് കോഡ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയത്. ഈ ഒരു ഇതിൽ ഈ ഫോർ ലൂപ്പ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലും ഈ ഒരു രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് കോഡ്സ് കാണും. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ലെങ്ത് ഓഫ് സ്ട്രിങ് എത്രയാണോ അതിന്റെ ഔട്ട്പുട്ട്, ആ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടെത്താനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കാതെ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ആക്ച്വലി ഈ ഒരു ലൈൻ ഓഫ് കോഡ് തന്നെയാണ്. ഈ ലൈൻ ഓഫ് കോഡ് നമ്മൾ മുന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ പഠിച്ചായിരുന്നു. ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സെമി കോളൻ ഇട്ട് കൊടുത്തു. ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണോ ഈ നൾ ക്യാരക്ടർ എത്തുന്നത് അവിടെ വെച്ചായിരിക്കും ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുവരെയുള്ള ഐയുടെ വാല്യൂ എന്താണോ അതാണ് ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയിലും നമ്മുടെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷന് പകരമുള്ള പ്രോഗ്രാമിന്റെ സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.